ചെന്നൈയിലേക്കാണ് ഇനി. അവിടെ എഗ്മോറിലെ മ്യൂസിയത്തിൽ ഒരു തിരുവിഴ നടക്കുന്നുണ്ട്. ഹോബി തിരുവിഴ എന്നാണ് പേര്. എന്താണ് സംഭവമെന്ന് കണ്ടുവരാം. എഗ്മോറിലെ മ്യൂസിയത്തിലെത്തിയാൽ ഗൃഹാതുരത്വമുണർത്തുന്ന നിരവധി സ്റ്റാളുകൾ കാണാം. പുരാതന വസ്തുക്കളുടെ പ്രദർശനമാണ് സംഭവം. ഗാന്ധി വേൾഡ് ഫൗണ്ടേഷനാണ് പ്രദർശനം ഒരുക്കിയത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇത് വെറുമൊരു പ്രദർശനമല്ല. തെറ്റായ മാർഗത്തിലൂടെ ജീവിതം കൊണ്ടുപോകാതെ എന്തെങ്കിലും ഒരു ഹോബിയിലൂടെ നല്ലവരായി വളരാനുള്ള ആഹ്വാനവും അതിനുള്ള ശ്രമവുമാണ് ഗാന്ധി വേൾഡ് ഫൗണ്ടേഷൻ നടത്തുന്നത്. அண்ட் ஐடியல் மைண்ட் டெவில் ஒர்க் ஷாப்னு சொல்லுவாங்க. ஒரு மனசு சும்மா இருந்ததுன்னா நிறைய டைலூட் ஆகும், பேட் ஹேபிட்ஸ் வரும். இன் டிஜிட்டல் வேர்ல்டில் நிறைய டைவர்ஷன் நிறைய இருக்குது, கெட்டு போகிறதுக்கான வாய்ப்புகள் அதிகமாக இருக்குது. அப்படிப்பட்ட ஒரு சூழலில் ஒரு ஹாபி இருக்கணும். ஒரு ஹாபி இருந்ததுன்னா அவங்களுக்கு டைவர்ஷன் இருக்கு. ஹாபின்றது கண்டிப்பாக அடுத்த ஜென்ரேஷனை இந்த மொபைல் டிஜிட்டல் உலகத்துலேருந்து டைவெர்ட் பண்ணோம். ஒவ்வொரு பேரண்ட்டும் ஒரு ஹாபியை കൾട്ടിവേറ്റ് പണി എല്ലാ കിഡ്സ്ക്കും കൊടുക്കുന്നുണ്ടെന്നാണ് ഇതോടെ നോക്കം. നാണയങ്ങൾ, റേഡിയോ, പഴയ ടെലിവിഷൻ സെറ്റുകൾ, ടൈപ്പ്റൈറ്ററുകൾ, പല്ലാങ്കുഴി, രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കൊമ്പും കുഴലും, കുതിരവണ്ടി, അങ്ങനെ നിരവധിയുണ്ട് പ്രദർശനത്തിൽ. എല്ലാം വർഷങ്ങൾ കൊണ്ട് സ്വരൂപിച്ചവ. പ്രദർശനം മുഴുവൻ കണ്ടാൽ ഉറപ്പായും ഒരു ഹോബി തുടങ്ങാൻ എല്ലാവരും തീരുമാനിക്കും. അതോടെ അനാവശ്യ ചിന്തകൾ ഇല്ലാതാകും. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു പ്രദർശനമെന്നും സംഘാടകർ അവകാശപ്പെടുന്നു. ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.